ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं ദത്താത്രേയം അഹം ഭജേത്. ഗുരുപരമ്പരയ്ക്കും പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ സംഗ്രഹമാണ്. ശങ്കരഭട്ട് പാണ്ഡ്യരാജ്യത്തെ കദംബവനത്തിലെത്തുമ്പോൾ അവിടെ ഒരു ശിവലിംഗത്തെ കാണുന്നു. ആ ശിവലിംഗത്തിൻ്റെ കഥയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം മധുരാ നഗരത്തിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നു. പിന്നീടുള്ള യാത്രയിൽ ശങ്കരഭട്ടിനെ കാക്കകളും പാമ്പുകളും ആക്രമിക്കുന്ന കഥയും പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം വിചിത്രപുരം എന്ന പട്ടണത്തിലെ അനുഭവവും പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതിൽ ശങ്കരഭട്ട് പാണ്ഡ്യരാജ്യത്തെ കദംബവനത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ശരീരഭാരം കുറയുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അദ്ദേഹം അവിടെ ഒരു തേജസ്സുള്ള ശിവലിംഗത്തെ കാണുന്നു. അവിടെ നിന്ന് അദ്ദേഹം അടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് പോവുകയാണ്. അതൊരു സിദ്ധേന്ദ്ര യോഗിയുടെ ആശ്രമമാണ്. ആ സിദ്ധേന്ദ്ര യോഗി ശങ്കരഭട്ടിന് ആ ശിവലിംഗത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ദ്രൻ രാക്ഷസന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അപ്പോൾ അതിലൊരു രാക്ഷസൻ രക്ഷപ്പെടുകയാണ്. അയാൾ പോയി തപസ് ചെയ്യുകയാണ്. ആ തപസ് ചെയ്തുകൊണ്ടിരുന്ന രാക്ഷസനെ ഇന്ദ്രൻ വധിക്കുന്നു. ആ പാപത്തിൻ്റെ ഫലമായിട്ട് ഇന്ദ്രൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. പാപമോചനം കിട്ടാനായിട്ട് ഇന്ദ്രൻ പല പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. അവസാനം കദംബവനത്തിൽ എത്തിയപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ അസാമാന്യമായ ശക്തി കൊണ്ട് ഇന്ദ്രൻ്റെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇന്ദ്രന് തോന്നി ഈ സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അദ്ദേഹം തിരഞ്ഞപ്പോൾ ഒരു ശിവലിംഗത്തെ കണ്ടെത്തി. അങ്ങനെ സ്വയംഭൂവായിട്ടുള്ള ആ ശിവലിംഗത്തെ ആരാധിക്കാനായിട്ട് അവിടെ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചു എന്നുള്ള കഥ ശങ്കരഭട്ടിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് സിദ്ധേന്ദ്ര യോഗി ശങ്കരഭട്ടിനോട് വീണ്ടും ആ അമ്പലം ചെന്ന് സന്ദർശിക്കാൻ പറയുകയാണ്. ആ ശിവലിംഗത്തെ വീണ്ടും ചെന്ന് കാണാൻ പറയുകയാണ്. അങ്ങനെ വീണ്ടും ശങ്കരഭട്ട് പോയപ്പോൾ അവിടെ ഒരു മനോഹരമായ ശിവക്ഷേത്രമാണ് കണ്ടത്. ആദ്യം കണ്ടതുപോലെ ആയിരുന്നില്ല. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം ഇപ്പോൾ മീനാക്ഷിയുടെയും സുന്ദരേശൻ്റെയും ക്ഷേത്രമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിലാണെന്ന്. അങ്ങനെ അവിടെ ദേവിയെയും ദേവനെയും വന്ദിച്ച് തിരിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആ ആശ്രമത്തെ എത്ര തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ശ്രീപാദനെ സ്മരിച്ചുകൊണ്ട് ഇരുട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകുവശത്ത് നിന്നൊരു വെളിച്ചം വരുന്നതായിട്ട് മനസ്സിലായി. 3 പത്തിയുള്ള ഒരു വലിയ സർപ്പം പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. അത് ഇദ്ദേഹം നിൽക്കുമ്പോൾ അതും അവിടെ നിൽക്കും. അവസാനം ഇദ്ദേഹം ആശ്രമത്തിലെത്തിയപ്പോഴേക്കും ആ സർപ്പം അപ്രത്യക്ഷമായി. ആശ്രമത്തിലെത്തിയ അദ്ദേഹം ഭക്ഷണം കഴിച്ചെങ്കിലും കിതപ്പ് മാറിയിരുന്നില്ല. യോഗി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ടപ്പോൾ ദുഷിച്ച വാതകം പുറത്തു വന്നു. മോശം ചിന്തയും ക്രൂരമായ ആഗ്രഹങ്ങളും ആ രീതിയിൽ പുറത്തു പോവുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് മധുരാ നഗരത്തിൻ്റെ കഥയാണ്. ധനഞ്ജയൻ എന്നൊരു വ്യാപാരി ഇന്ദ്രൻ പ്രതിഷ്ഠിച്ച ആ ശിവലിംഗത്തെ കണ്ടെത്തി. അദ്ദേഹം ഈ വിവരം കുലശേഖര പാണ്ഡ്യൻ എന്ന രാജാവിനെ അറിയിച്ചു. രാജാവ് ആ പ്രദേശത്തെ വികസിപ്പിച്ച ഒരു പട്ടണം നിർമ്മിച്ച് അതിന് മധുര എന്ന് പേരിട്ടു. അദ്ദേഹത്തിൻ്റെ പുത്രൻ മലയധ്വജ പാണ്ഡ്യൻ സന്തതികളുണ്ടാകാൻ വേണ്ടി ഒരു പുത്രകാമേഷ്ടി യജ്ഞം നടത്തി. ആ യജ്ഞകുണ്ടത്തിൽ നിന്ന് 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, അയോനിജയായിട്ടുള്ള ഒരു പെൺകുഞ്ഞ് ആവിർഭവിച്ചു. അവൾ മീനാക്ഷി ദേവി എന്നറിയപ്പെടുന്നത്. അവൾ സുന്ദരേശ്വരനെ വിവാഹം കഴിക്കുകയാണ്. മഹാവിഷ്ണുവാണ് ആ കന്യാദാനം നടത്തി വിവാഹം കേമമായിട്ട് നടത്തിയത്. അടുത്ത ദിവസം രാവിലെ ശങ്കരഭട്ട് ഉണർന്നപ്പോൾ അദ്ദേഹം ആശ്രമത്തിലല്ലായിരുന്നു, അത്തിമര ചുവട്ടിലായിരുന്നു. അപ്പോൾ തലേ ദിവസം സംഭവിച്ചതെല്ലാം മായയായിരുന്നു എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതിനുശേഷമുള്ള യാത്രയിൽ ശങ്കരഭട്ടിന് ഭക്ഷണം കിട്ടിയില്ല. അദ്ദേഹത്തെ കാക്കകളും പാമ്പുകളും ഒക്കെ ആക്രമിക്കുകയാണ്. അലക്കുകാർ അദ്ദേഹത്തെ ഒരു കഴുതപ്പുറത്ത് കൊണ്ടുപോയി ചെരുപ്പുകുത്തിയുടെ വീട്ടിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ കാക്കകളും പാമ്പുകളും ഒക്കെ ആക്രമിച്ചതിനെ സംബന്ധിച്ച് ചെരുപ്പുകുത്തി ശങ്കരഭട്ടിന് ഒരു ഉപദേശം നൽകുന്നുണ്ട്. ഈ കാക്കകൾ എന്ന് പറയുന്നത് പീഠികാപുരത്തെ പണ്ഡിതന്മാരായിരുന്നു. അവർക്ക് ഇന്ദ്രലോകത്ത് ചെന്നപ്പോൾ, മരണശേഷം ഇന്ദ്രലോകത്ത് ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് അവിടെ എല്ലാവരും
ഈ പണ്ഡിതന്മാരെ വാനോളം പുകഴ്ത്തി. പക്ഷെ അവർക്ക് ഭക്ഷണമൊന്നും കൊടുത്തില്ല. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാമെന്ന് പറയുകയാണ്. അതിനുശേഷം മറ്റൊരു ലോകത്തിലേക്ക് പോകാമെന്നും പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അവർ മരണത്തിന് മുമ്പ് അവർ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദിവ്യപ്രകൃതത്തെ മനസ്സിലാക്കിയിട്ടില്ല. അവർ ആർക്കും ഭക്ഷണവും കൊടുത്തിട്ടില്ല. അതുപോലെ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ താല്പര്യമോ ശ്രദ്ധയോ ഇല്ലാതെ നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഉള്ള ദുഷ്കർമ്മങ്ങളൊക്കെ കാരണമാണ് അവർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. ഇനി ശ്രീപാദ ശ്രീവല്ലഭൻ്റെ നാമജപത്താൽ ദേഹം പവിത്രീകരിക്കപ്പെട്ട ഒരാളുടെ രക്തം കുടിക്കുന്നതുവരെ കാക്കകളായിട്ട് പൂർവികന്മാരുടെ അരികിൽ നിൽക്കുവാൻ അവർ നിശ്ചയിക്കപ്പെട്ടു. ഇപ്പോൾ ശങ്കരഭട്ടിൻ്റെ രക്തം കുടിച്ചതിലൂടെ കാക്കകൾക്ക് ആ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുകയാണ് ചെയ്തത്. ഇനി പാമ്പുകൾ എന്ന് പറയുന്നത് ഈ ശങ്കരഭട്ടിൻ്റെ പൂർവികർ ചുടലയിലെ കാളീദേവിയെ ഉപാസിച്ചിരുന്നു. ആ മന്ത്രം കൊണ്ട് അവർ ഇഷ്ടമില്ലാത്ത ചിലരെയൊക്കെ കൊന്നു. ആ പാപഫലമായിട്ട് അവർ സർപ്പങ്ങളായി മാറി. അവരുമായിട്ട് ശങ്കരഭട്ടന് രക്തബന്ധമുണ്ട്. ഈ ശങ്കരഭട്ടനെ കടിച്ചതോടുകൂടി അവർക്കും മോക്ഷം കിട്ടുകയാണ്. അതുപോലെ ശങ്കരഭട്ട് കഴുതപ്പുറത്ത് കയറിയാണ് അലക്കുകാരുടെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ശുക്ലാംബരധരം വിഷ്ണു എന്ന ശ്ലോകത്തിന് തെറ്റായ അർത്ഥം പറഞ്ഞു എന്നതാണ്. അങ്ങനെ ആ ചെരുപ്പുകുത്തിയുടെ ഉപദേശത്തിൻ്റെ ഫലമായിട്ട് ബ്രാഹ്മണനാണെന്ന അഹങ്കാരം അദ്ദേഹത്തിന് വളരെയധികം കുറഞ്ഞു. ഇനി വിചിത്രപുരം എന്ന പട്ടണത്തിലെ അനുഭവമാണ്. രാജകിങ്കരന്മാർ വന്ന് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ രാജസഭയിലെത്തിയപ്പോഴേക്കും ഇദ്ദേഹത്തോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഇത്രയെങ്കിൽ ഇത്രയ്ക്ക് എത്ര എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരഭട്ട് ശ്രീപാദനെ മനസ്സിൽ വിചാരിച്ച് ഇത്രയ്ക്ക് ഇത്ര മാത്രം എന്നാണ് ഉത്തരം പറയുന്നത്. അതായത് രാജാവ് കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു. ചീര കൃഷി നടത്തിയിരുന്നു. എല്ലാവർക്കും ധാരാളമായിട്ട് ചീര നൽകിയിരുന്നു. ആ ബ്രാഹ്മണന് ദാരിദ്ര്യമുണ്ടായിരുന്നിട്ടും അദ്ദേഹം ദാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ രാജാവായിട്ട് ജനിച്ചത്. അപ്പോൾ ബ്രാഹ്മണനായിരുന്ന സമയത്ത് ചീര കൊടുത്തതുപോലെ രാജാവ് ഇപ്പോഴും ചീര തന്നെയാണ് എല്ലാവർക്കും ദാനം കൊടുക്കുന്നത്. പക്ഷേ രാജാവിന് ബ്രാഹ്മണ ജന്മത്തിലുണ്ടായിരുന്ന പോലത്തെ അവസ്ഥയല്ല. ഇപ്പോൾ ധാരാളമായിട്ട് പണമുണ്ട്. ആ പണം ദാനം ചെയ്യാൻ കഴിയും. പക്ഷേ രാജാവ് ഇപ്പോഴും ചീരയാണ് ദാനം ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അത്രയ്ക്ക് ഇത്രയെങ്കിൽ, അതായത് പൂർവ്വജന്മത്തിൽ അത്രയും ചെയ്തതിന്, ചീര ദാനം ചെയ്തതിന് ഇപ്പോൾ രാജാവായി. ഇത്രയെങ്കിൽ ഇപ്പം ചെയ്യുന്ന ഈ ചീരദാനത്തിന് എത്ര കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത്രയ്ക്ക് ഇത്ര മാത്രമേ കിട്ടുള്ളൂ എന്ന് ശങ്കരഭട്ട് മറുപടി പറയുന്നുണ്ട്. അടുത്ത ചോദ്യം രാജഗുരു ആംഗ്യഭാഷയിൽ ചോദിക്കുകയാണ്. ശിവനും കേശവനും 2ഓ 1ഓ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരഭട്ട് ഒരു വിരൽ കാണിച്ച് 2ഉം 1 തന്നെ എന്ന് പറഞ്ഞു. പിന്നെ രാജഗുരു 3 വിരൽ കാണിച്ചു. അപ്പോൾ ത്രിമൂർത്തികൾ വ്യത്യസ്തരായി നിലകൊള്ളുന്നു എന്നാണ് രാജഗുരു കാണിച്ചത്. അപ്പോൾ ശങ്കരഭട്ട് മുഷ്ടി ചുരുട്ടി കാണിച്ചു. 5 വിരലുകളും ഒരുമിച്ച് ഒന്നായി നിൽക്കുന്നില്ലേ എന്നാണ് അത് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് രാജഗുരു മധുര പലഹാരങ്ങൾ നൽകി ശിഷ്യനായി സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശങ്കരഭട്ട് നിരസിച്ചു. പൊതി അവിൽ കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് അവിൽ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ തനിക്ക് ശിഷ്യന്മാരുണ്ടാകുന്നതിൽ താല്പര്യമില്ല, കുചേലനെ പോലെയുള്ള ജീവിതത്തിൽ തൃപ്തനാണ് എന്നാണ് ശങ്കരഭട്ട് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിനുശേഷം രുദ്രചമകത്തിലെ മന്ത്രങ്ങളുടെ അർത്ഥം വിവരിക്കാൻ രാജഗുരു പറയുന്നു. ശങ്കരഭട്ട് അത് വിവരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ 2ാം അധ്യായത്തിൽ നമുക്ക് ചുരുക്കി മനസ്സിലാക്കാനുള്ളത്. അധ്യായം 2 ശങ്കരഭട്ട് സിദ്ധേന്ദ്രയോഗിയെ കണ്ടുമുട്ടുന്നതും വിചിത്രപുരത്തിൻ്റെ കഥയും. ഞാൻ ശങ്കരഭട്ട് മരുത്വമലയിലെ അസാധാരണമായ അനുഭവങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുകയായിരുന്നു. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ നാമം മനസ്സിൽ ജപിച്ചുകൊണ്ട് എൻ്റെ യാത്ര തുടർന്നു. ഞാൻ വഴിക്ക് പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. ആരോടും ചോദിക്കാതെ തന്നെ ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. ഇത് ഒരു അപൂർവമായ അനുഭവമായിരുന്നു. ഞാൻ പാണ്ഡ്യരാജ്യത്തെ കദംബവനത്തിൽ എത്തിയപ്പോൾ എൻ്റെ ശരീരഭാരം ക്രമത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അവിടെ വളരെ തേജസ്സുള്ള ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. അവിടുത്തെ ഈശ്വരനെ ദർശിച്ച ശേഷം എൻ്റെ കാലുകൾക്ക് അത്യധികം കനം വെച്ചു.
ആ ശിവക്ഷേത്രത്തിൽ കുറച്ചുനേരം വിശ്രമിച്ചതിനു ശേഷം ഞാൻ യാത്ര തുടർന്നു. അടുത്ത് ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അവിടെ ശ്രീ സിദ്ധേന്ദ്രയോഗി എന്ന ഒരു മഹാത്മാവ് താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പാദകമലങ്ങളിൽ നമസ്കരിച്ചപ്പോൾ എൻ്റെ ശരീരം പഞ്ഞികൊണ്ടുണ്ടാക്കിയ ഒരു പന്തിനേക്കാൾ കനം കുറഞ്ഞു. എൻ്റെ ശരീരത്തിന് മിക്കവാറും കനമില്ലാതായി എന്ന ബോധം എനിക്ക് ഉണ്ടായി. ആർദ്രഹൃദയനായ ആ മഹാപുരുഷൻ എൻ്റെ തലയിൽ തലോടി. എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദർശനം ഉണ്ടാകട്ടെ. ആ മഹായോഗി വിശദീകരിച്ചു, മകനെ ശങ്കരഭട്ട്, നീ ദർശിച്ച ശിവലിംഗം വലിയ ഓജസ്സുള്ളതാണ്. പണ്ട് ദേവേന്ദ്രൻ അനേകം രാക്ഷസന്മാരെ യുദ്ധം ചെയ്ത് കീഴടക്കി. അതിൽ ഒരു രാക്ഷസൻ രക്ഷപ്പെട്ടു. അയാൾ തപസ് തുടങ്ങി. തപസ് ചെയ്തുകൊണ്ടിരുന്ന രാക്ഷസനെ ഇന്ദ്രൻ വധിച്ചു. തപസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുവനെ വധിച്ചതിൻ്റെ പാപം കൊണ്ട് ഇന്ദ്രൻ്റെ തേജസ് നഷ്ടമായി. പാപമോചനം നേടുവാനായി ഇന്ദ്രൻ പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. കദംബവനത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ ശിവലിംഗത്തിൻ്റെ അസാമാന്യമായ ശക്തി കൊണ്ട് ഇന്ദ്രൻ്റെ എല്ലാ പാപങ്ങളും പെട്ടെന്ന് നീക്കം ചെയ്യപ്പെട്ടു. ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു. മഹത്തായ എന്തോ പ്രത്യേകത ആ സ്ഥലത്തിന് ഉണ്ടെന്ന വിശ്വാസത്തിൽ ഇന്ദ്രൻ ചുറ്റുപാടെല്ലാം തിരഞ്ഞു. അദ്ദേഹം ഒരു ശിവലിംഗത്തെ കണ്ടെത്തി. സ്വയംഭൂവായ ആ ശിവലിംഗത്തെ ഭക്തിപൂർവ്വം ആരാധിക്കുകയും അതിനായി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. നീ അവിടെ കണ്ടത് ഇന്ദ്രൻ അഭിഷേചിച്ച ശിവലിംഗമായിരുന്നു. ആ ശിവലിംഗം എല്ലാ പാപങ്ങളെയും അകറ്റുകയും എല്ലാ മംഗളങ്ങളും നൽകുകയും ചെയ്യുന്നു. വലിയ പുണ്യവാന്മാർക്ക് മാത്രമേ ആ ശിവലിംഗത്തെ കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദത്തഭക്തന്മാർക്ക് പുണ്യപുരുഷ സംഗമവും പുണ്യസ്ഥല സന്ദർശനവും ആഗ്രഹിക്കാതെയും അനായാസമായും സംഭവിക്കുന്നു. സിദ്ധേന്ദ്ര യോഗിയുടെ പാദകമലങ്ങളിൽ ഞാൻ വീണ്ടും നമസ്കരിച്ചു. ശിവലിംഗത്തെ ഒരിക്കൽ കൂടി ചെന്ന് വന്ദിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ രണ്ടാമതും അവിടെ ചെന്നപ്പോൾ മനോഹരമായ ഒരു ശിവക്ഷേത്രമാണ് അവിടെ കണ്ടത്. ഞാൻ മുമ്പ് സന്ദർശിച്ച ക്ഷേത്രമായിരുന്നില്ല അത്. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അത് മീനാക്ഷിയുടെയും സുന്ദരേശൻ്റെയും ക്ഷേത്രമാണെന്നും ഞാൻ മധുരാ നഗരത്തിലാണെന്നും മനസ്സിലായി. ദേവിയെയും ദേവനെയും വന്ദിച്ച് ഞാൻ ആശ്രമത്തിലേക്ക് മടങ്ങി. ആ പ്രദേശം നിബിഡമായി ജനവാസമുള്ള ഒരു പട്ടണമായി കാണപ്പെട്ടു. ഞാൻ എത്ര തിരഞ്ഞിട്ടും യോഗീന്ദ്രൻ്റെ ആശ്രമം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ പുണ്യനാമം സ്മരിച്ചുകൊണ്ട് ഞാൻ ആലോചിക്കാതെ ഏതോ വഴിക്ക് പോയിക്കൊണ്ടിരുന്നു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ഇരുട്ടായി തുടങ്ങി. പിന്നിൽ നിന്ന് ഒരു വെളിച്ചം വരുന്നുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. 3 പത്തികളുള്ള ഒരു വലിയ സർപ്പം എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഓരോ പത്തിമേലും ഓരോ വൈരക്കല്ലുണ്ടായിരുന്നു. ഓരോ വൈരക്കല്ലിൽ നിന്നും അത്യുജ്വലമായ വെളിച്ചം പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. ഞാൻ നിൽക്കുമ്പോഴെല്ലാം സർപ്പവും നിൽക്കുമായിരുന്നു. ഞാൻ അറിയാതെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ശ്രീപാദൻ്റെ ദിവ്യനാമം ഉയർന്നുകൊണ്ടിരുന്നു. അതുപോലെ ഞാൻ അറിയാതെ ശ്രീപാദനാമം എൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. അവസാനം ഞാൻ സിദ്ധയോഗീന്ദ്രൻ്റെ ആശ്രമത്തിൽ എത്തി. ഉടനെ ആ ദിവ്യ സർപ്പവും വെളിച്ചവും അപ്രത്യക്ഷമായി. സിദ്ധയോഗീന്ദ്രൻ അങ്ങേയറ്റം സഹാനുഭൂതിയോടെ എന്നെ സ്വീകരിച്ചു. ഒരു വാഴയിലയിൽ കടല വറുത്തത് പ്രസാദമായി തന്നു. ഞാൻ വയറു നിറയെ അത് കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ കിതപ്പ് കുറഞ്ഞിരുന്നില്ല. സിദ്ധയോഗീന്ദ്രൻ തൻ്റെ പവിത്രമായ കൈകൊണ്ട് എൻ്റെ വലതു നെഞ്ചിൽ പതുക്കെ തിരുമ്മി. ഹൃദയമിടിപ്പ് കുറഞ്ഞു വരുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ശ്വാസകോശങ്ങളിൽ നിന്ന് ദുഷിച്ചു നാറിയ ഏതോ വാതകം പുറത്തു കളഞ്ഞതായി എനിക്ക് തോന്നി. എല്ലാ മോശമായ ചിന്തകളും ക്രൂരമായ ആഗ്രഹങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് തള്ളി മാറ്റപ്പെട്ടതായി എനിക്ക് തോന്നി. എൻ്റെ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിച്ചു. ഞാൻ ഒരു അർദ്ധബോധാവസ്ഥയിലായി. ശ്രീദത്തൻ്റെ മഹിമയും ശ്രീപാദൻ്റെ അനുഗ്രഹം നേടുവാൻ വേണ്ട യോഗ്യതകളും. പിന്നെ സിദ്ധയോഗീന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു, ശങ്കരഭട്ട്, നീ ആദ്യം കണ്ട ശിവലിംഗവും പിന്നീട് സന്ദർശിച്ച സുന്ദരേശ്വരനും വ്യത്യസ്തരല്ല. നിനക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം തരണമെന്ന് ശ്രീ ദത്താത്രേയൻ ആജ്ഞാപിച്ചിരുന്നു. അതനുസരിച്ച് അത് നിനക്ക് തന്നു. അതായത് കാലത്തെ പണ്ടത്തെ സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയും ഇന്ദ്രൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തെയും അന്നുള്ള ചുറ്റുപാടുകളെയും കാണിച്ചു തരികയും ചെയ്തു. നീ കണ്ട കാര്യങ്ങൾ യഥാർത്ഥമാണെന്ന് കരുതുന്നത് മായയാണ്. എല്ലാം ബോധത്തിൻ്റെ സാക്ഷാത്കരണമാണ്. ഭഗവാൻ ദത്തൻ്റെ ഇച്ഛയെ അനുസരിച്ച് ഭാവി വർത്തമാനമായെന്നു വരാം.
ഭഗവാൻ ദത്തൻ്റെ ബോധം നിത്യമായ വർത്തമാനമാണ്. കഴിഞ്ഞ കാലത്ത് നടന്നതും ഇപ്പോൾ നടക്കുന്നതും ഭാവിയിൽ നടക്കാനുള്ളതും ഭഗവാൻ ദത്തൻ്റെ ഇച്ഛപ്രകാരം നടക്കുന്നു. ഒരു സംഭവം നടക്കാനോ നടക്കാതിരിക്കാനോ വ്യത്യസ്തമായ ഒരു പുതിയ രീതിയിൽ നടക്കാനോ ഭഗവാൻ ദത്തൻ്റെ നിശ്ചയം അത്യാവശ്യമാണ്. ശ്രീ ദത്താത്രേയൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഉത്തരവാദിയായ ആ മഹത്തായ തീരുമാനത്തിൻ്റെ മൂർത്തീകരണമാണ്. ഇപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് ശ്രീപാദ ശ്രീവല്ലഭനായി ജന്മമെടുത്തിരിക്കുന്നു. പീഠികാപുര നിവാസികൾ അദ്ദേഹത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. അവർ ഗുരുതത്വത്തെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ കുരുവപുരത്ത് മുക്കുവരെ പോലെയുള്ള പഠിപ്പില്ലാത്തവർ പോലും ബ്രഹ്മജ്ഞാനം ആർജിച്ചിട്ടുണ്ട്. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ കൃപ നേടുവാൻ നമ്മിലുള്ള അഹങ്കാരം നശിക്കണം. എല്ലാതരം അഹങ്കാരങ്ങളും നശിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശക്തിയും കാരുണ്യവും യഥാർത്ഥ സ്വഭാവവും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ധനഞ്ജയൻ എന്ന ഒരു വ്യാപാരി ഇന്ദ്രൻ പ്രതിഷ്ഠാപനം ചെയ്ത ശിവലിംഗത്തെ കണ്ടെത്തി. അയാൾ കുലശേഖര പാണ്ഡ്യൻ എന്ന രാജാവിനെ വിവരം അറിയിച്ചു. രാജാവ് ശിവന്റെ ആജ്ഞയനുസരിച്ച് ആ പ്രദേശത്തെ വികസിപ്പിച്ച് ഒരു പട്ടണം നിർമ്മിച്ച് അതിന് മധുര എന്ന് പേരിട്ടു. അദ്ദേഹത്തിൻ്റെ പുത്രൻ മലയധ്വജ പാണ്ഡ്യൻ സന്തതി ഉണ്ടാകുവാൻ വേണ്ടി പുത്രകാമേഷ്ടി നടത്തി. ആ യജ്ഞകുണ്ടത്തിൽ നിന്ന് അയോനിജയായി 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ആവിർഭവിച്ചു. അവൾ മീനാക്ഷി ദേവി. അവൾ സുന്ദരേശ്വരനെ വിവാഹം കഴിച്ചു. മഹാവിഷ്ണു തന്നെ കന്യാദാനം നടത്തുകയും വിവാഹം കേമമായി നടത്തുകയും ചെയ്തു. ശിവന്റെ ജടയിൽ നിന്ന് ഉത്ഭവിച്ച വേഗവതി നദി മധുര നഗരത്തെ പവിത്രീകരിക്കുന്നു. ശ്രീ സിദ്ധയോഗീന്ദ്രൻ പിന്നെയും പറഞ്ഞു, മകനെ ശങ്കരഭട്ട്, സൃഷ്ടിയിലുള്ള എല്ലാ പദാർത്ഥങ്ങളിൽ നിന്നും പ്രകമ്പനങ്ങൾ പുറപ്പെടുന്നു. വിവിധങ്ങളായ ഈ പ്രകമ്പനങ്ങൾ കൊണ്ട് മറ്റു വസ്തുക്കളുമായി ആകർഷണവും വികർഷണവും ഉണ്ടാകുന്നു. സ്ഥൂലവും സൂക്ഷ്മവും നശ്വരവുമായ ശരീരങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ നിന്ന് നല്ല കമ്പനങ്ങളും പാപകർമ്മങ്ങളിൽ നിന്ന് മോശമായ കമ്പനങ്ങളും ഉണ്ടാകുന്നു. ശ്രേഷ്ഠമായ ഗുണങ്ങളാൽ പുണ്യശാലികളെയും പുണ്യസ്ഥലങ്ങളെയും സന്ദർശിക്കുവാനും ധാർമ്മിക പ്രവൃത്തികൾ ചെയ്യുവാനുമുള്ള ആഗ്രഹം വർദ്ധിക്കുന്നു. അതുകൊണ്ട് സദ്ഗുണങ്ങൾ വർദ്ധിക്കുന്നു. സദ്ഗുണങ്ങൾ വർദ്ധിക്കുകയും പാപങ്ങൾ കുറയുകയും ചെയ്യാതെ ഭഗവാൻ ദത്തനിൽ സ്ഥിരമായ ഭക്തി ഉണ്ടാവുകയില്ല. കാലത്താലും സ്വരൂപിച്ചു വെച്ച പാപത്താലും പുണ്യത്താലും മറ്റു കാരണങ്ങളാലും പലതരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നു. ശ്രീവല്ലഭന് നിന്നിലുള്ള അതിരില്ലാത്ത കാരുണ്യം കൊണ്ടാണ് നിനക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത്. എൻ്റെ അസാമാന്യമായ ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഉത്തേജിതനായി. കുരുവപുരത്ത് എത്തുവാൻ എനിക്ക് തിടുക്കമായി. ശ്രീവല്ലഭൻ്റെ പുണ്യപാദങ്ങളെ ഒരിക്കലും വിട്ടുപോവുകയില്ലെന്ന് ഞാൻ നിശ്ചയിച്ചു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ എനിക്ക് സംഭ്രമവും ആശ്ചര്യവും തോന്നി. ഞാനൊരു കുന്നിൻ മുകളിൽ ഒരു അത്തിമര ചുവട്ടിൽ കിടക്കുകയായിരുന്നു. ചുറ്റുപാടിൽ മനുഷ്യപ്പെരുമാറ്റം ഉണ്ടായിരുന്നില്ല. രാത്രി ശ്രീ സിദ്ധേന്ദ്രയോഗിയുടെ ആശ്രമത്തിൽ ഞാൻ താമസിച്ചു എന്നുള്ളത് മതിഭ്രമമായിരുന്നോ? ശ്രീ സിദ്ധേന്ദ്രയോഗി ഒരു ചതിയനായിരുന്നോ? ഒരു മായാവിയായിരുന്നോ? ഒരു പിശാചായിരുന്നോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് അരിച്ചു കയറി. ഭഗവാൻ ശ്രീദത്തനെക്കുറിച്ചുള്ള സിദ്ധയോഗീന്ദ്രൻ്റെ വാക്കുകൾ എൻ്റെ ചെവിയിൽ മാറ്റൊലി കൊണ്ടുകൊണ്ടിരുന്നു. ശ്രീപാദ ശ്രീവല്ലഭന് എന്നെ ഇങ്ങനെയുള്ള വിഷമാവസ്ഥയിൽ നിർത്തിയതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? പല ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. എൻ്റേതായ വസ്തുക്കൾ എല്ലാം എടുത്ത് ഞാൻ യാത്ര തുടർന്നു. എൻ്റെ യാത്ര രാവിലെ മുതൽ ഉച്ചവരെ തുടർന്നു. ചെറിയ വീടുകളുള്ള ഒരു ഗ്രാമം കണ്ടു. വിശപ്പ് കൊണ്ടുള്ള പീഡ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണ ഗൃഹങ്ങളിൽ നിന്ന് മാത്രമേ എനിക്ക് ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ. ആരെങ്കിലും വേണ്ട വസ്തുക്കൾ ഒരുക്കി തന്നാൽ സ്വയം പാചകം ചെയ്തു കൊള്ളാം എന്ന് ഞാൻ ചിന്തിച്ചു. ഗ്രാമത്തിൽ ബ്രാഹ്മണർ ആരെങ്കിലും താമസിക്കുന്നുണ്ടായിരിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. അതിനെക്കുറിച്ച് ഞാൻ ചില ഗ്രാമീണരോട് ചോദിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, ശ്രീമൻ, ഞങ്ങൾ കാട്ടുവർഗക്കാരാണ്. ഞാൻ ഈ ഗ്രാമത്തിൻ്റെ മുഖ്യനാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ബ്രാഹ്മണരില്ല. അങ്ങേക്ക് എതിർപ്പില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പഴങ്ങളും തേനും സ്വീകരിക്കാം. യാത്രയിലാകുമ്പോൾ ശൂദ്രനെ പോലെ പെരുമാറാം എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ആര് തരുന്നതായാലും എന്തായാലും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ കരുതി. അവർ എൻ്റെ മുമ്പിൽ പഴങ്ങളും തേനും കൊണ്ടുവന്നു വെച്ചു. ഞാൻ ഭക്ഷിക്കാൻ തുടങ്ങുകയായിരുന്നു.
എവിടെ നിന്നോ ഒരു കാക്ക വന്ന് എൻ്റെ തലയിൽ കൊത്തുവാൻ തുടങ്ങി. ഞാൻ അതിനെ ആട്ടി ഓടിക്കുവാൻ ശ്രമിച്ചു. എൻ്റെ ശ്രമം വിഫലമായി. അപ്പോഴേക്കും കുറച്ചു കാക്കകൾ കൂടി വന്നു ചേർന്നു. അവ എൻ്റെ ദേഹത്തിൽ എല്ലായിടത്തും അനിയന്ത്രിതമായി കൊത്തുവാൻ തുടങ്ങി. ഞാൻ ഭയന്ന് എഴുന്നേറ്റോടി. കാക്കകൾ എന്നെ വേട്ടയാടുകയായിരുന്നു. എന്നെ രക്ഷിക്കുവാൻ ആരും ഉണ്ടായില്ല. ഗ്രാമമുഖ്യൻ പറഞ്ഞു, എന്ത് അത്ഭുതമാണിത്! ഇവിടെ കാക്കകൾ ആരെയും ഉപദ്രവിക്കാറില്ല. ഇവ ഇത്ര ക്രൂരമായി ദുർവാശിയോടെ അങ്ങയെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നു. അങ്ങൊരു സിദ്ധപുരുഷനെ അധിക്ഷേപിക്കുകയോ അനാദരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. അദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ടാണ് അങ്ങ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്. ഞങ്ങൾ ഇതിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കോപത്തെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഈ ദൈവിക ലീലയെ തടസ്സപ്പെടുത്തുകയില്ല. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഇത്രയും പറഞ്ഞ് മുഖ്യൻ മിണ്ടാതിരുന്നു. എനിക്ക് തന്ന പഴങ്ങളും തേനും എനിക്ക് ഭക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ ദേഹം ചോര കൊണ്ട് പുരണ്ടു. ഞാൻ ഓടുകയായിരുന്നെങ്കിലും കാക്കകൾ എന്നെ കൊത്തി പരിക്കേൽപ്പിച്ചു. നിരാശാജനകമായ എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ വളരെയധികം ദുഃഖിച്ചു. ഞാൻ സിദ്ധയോഗീന്ദ്രനെ സംശയിച്ചതിന് അദ്ദേഹം എന്നെ ശപിച്ചുവോ? എനിക്ക് ശ്രീപാദ ശ്രീവല്ലഭനെ ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ കുന്നുകൂട്ടിയ എല്ലാ പാപങ്ങളും മുഴുവനായി നശിപ്പിക്കപ്പെടുന്നതുവരെ എനിക്ക് ഭഗവാൻ ശ്രീ ദത്തനെ ദർശിക്കുവാൻ കഴിയുകയില്ല. എത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയുകയില്ല. ആ പാപങ്ങളെല്ലാം കഴുകിക്കളയണമെങ്കിൽ ഇതുപോലുള്ള എത്ര ശിക്ഷകൾ അനുഭവിക്കണം? ശ്രീവല്ലഭനെ ദർശിക്കുവാനുള്ള അനുഗ്രഹത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകളും അപകടങ്ങളും അടങ്ങിയിരുന്നുവോ? എൻ്റെ ദൈവമേ, ഇനിയും അവിടത്തേക്ക് എന്നെ എത്ര ശിക്ഷകൾ അനുഭവിപ്പിക്കണം? ആർക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും? ശ്രീപാദ ശ്രീവല്ലഭ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ശരണം ശരണം ശ്രീപാദ ശ്രീവല്ലഭ. ഇപ്രകാരമുള്ള പൂർണ്ണ സമർപ്പണ ചിന്തകളോടെ ഞാൻ ഒരു അത്തിമരച്ചുവട്ടിൽ എത്തി. ഭഗവാൻ ശ്രീദത്തൻ്റെ ഇരിപ്പിടമായ അത്തിമരച്ചുവട് എന്നെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഭഗവാൻ ശ്രീദത്തൻ്റെ ലീല എൻ്റെ വിശ്വാസത്തിനു വിപരീതമായിരുന്നു. എൻ്റെ ദേഹത്തിൽ നിന്ന് അഭൂതപൂർവമായ ഒരു ദുർഗന്ധം പ്രസരിച്ചു. അറപ്പുളവാക്കുന്ന ആ ഗന്ധത്താൽ ആകൃഷ്ടരായിട്ടോ വിധി വൈപരീത്യം കൊണ്ടോ വലിയ വിഷപ്പാമ്പുകൾ കൂട്ടമായി വന്നുകൊണ്ടിരുന്നു. അവ ഓരോന്നും എന്നെ കടിക്കുകയും ഉടനെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനു മുമ്പ് കാക്കകളുടെ ശല്യമായിരുന്നു. ഇപ്പോൾ എൻ്റെ ദേഹം മുഴുവൻ പാമ്പുകടിയേറ്റ് വിഷമയമായി. എൻ്റെ വായിൽ നിന്ന് പത വന്നുകൊണ്ടിരുന്നു. എൻ്റെ ഹൃദയം ദുർബലമാകാൻ തുടങ്ങി. ഞാൻ ഏതു നിമിഷവും മരിച്ചു പോയേക്കാമെന്ന് എനിക്ക് തോന്നി. സന്ധ്യയാകാറായി. ഏതാനും അലക്കുകാർ ആ വഴി പോയിക്കൊണ്ടിരുന്നു. അവർ അലക്കി ഉണക്കിയ വസ്ത്രങ്ങൾ കെട്ടുകളാക്കി കഴുതപ്പുറത്ത് വെച്ച് കൊണ്ടുപോവുകയായിരുന്നു. എൻ്റെ ശോച്യാവസ്ഥ കണ്ടുവെങ്കിലും ഞാനൊരു ബ്രാഹ്മണനായതുകൊണ്ട് അവർ ആദ്യം കുറച്ചു നേരം എന്നെ തൊടുവാൻ ശങ്കിച്ചു. കാലതാമസം എൻ്റെ ജീവൻ അപകടത്തിലാക്കും. ജീവൻ രക്ഷിക്കലാണ് പരമപ്രധാനം എന്ന് പിന്നെ അവർ നിശ്ചയിച്ചു. അവർ എന്നെ ഒരു കഴുതപ്പുറത്തിരുത്തി അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനഃശല്യമുണ്ടാക്കുന്ന സംഭവങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു അന്ന് നടന്നത്. അലക്കുകാർ എന്നെ ചെരുപ്പുകുത്തികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. തോൽക്കൊല്ലന്മാരുടെ കൂട്ടത്തിൽ വിഷചികിത്സ അറിയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അവർ എന്നെ ഒരു പ്രത്യേക കട്ടിലിൽ കിടത്തി. കിടക്കുന്ന ഭാഗം കയറുകൊണ്ട് മെടഞ്ഞതായിരുന്നു. പരിസരം ദുർഗന്ധമയമായിരുന്നു. ചെരുപ്പുകുത്തി വൈദ്യൻ ചില കാട്ടുചെടികളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത നീര് എന്നെ കുടിപ്പിച്ചു. പാമ്പ് കടിയേറ്റ ഇടങ്ങളിലെല്ലാം ചില ഇലകൾ വെച്ചു കെട്ടി. ഒരു അത്തിമരത്തിൽ നിന്ന് കുറേ തളിരിലകൾ പറിച്ചു കൊണ്ടുവന്നു. ഇലത്തണ്ടുകളുടെ കടയ്ക്കൽ നിന്ന് പാലുപോലുള്ള നീര് ഒലിച്ചിരുന്നു. അയാൾ ഇലത്തണ്ടുകൾ എൻ്റെ 2 ചെവികളിലും വെച്ചു. സഹിക്കവയ്യാത്ത വേദനയായിരുന്നു എനിക്ക്. എഴുന്നേറ്റ് ഓടണമെന്നുണ്ടായിരുന്നു. ബലിഷ്ഠരായ 2 പേർ എന്നെ അമർത്തിപ്പിടിച്ചിരുന്നു. ഞാൻ നിസ്സഹായനായിരുന്നു. സഹായികൾക്ക് വൈദ്യൻ ഇങ്ങനെ നിർദ്ദേശം നൽകി: വിഷം അത്തി ഇലകളിലേക്ക് വരും. അതിനുശേഷം വിഷമയമായ ആ ഇലകൾ നിങ്ങൾ കത്തിച്ചു കളയണം. വിഷം അധികമധികം ഇലകളിലേക്ക് നീക്കം ചെയ്യപ്പെടുമ്പോൾ ഈ മനുഷ്യൻ കൂടുതൽ ഉറക്കെ കരയും. അയാളെ മുറുകെ പിടിച്ചുകൊള്ളണം. കുറച്ചു സമയത്തിന് ശേഷം വിഷം നിശേഷം നിർവീര്യമാക്കപ്പെട്ടു. ഞാൻ ആരോഗ്യവാനായി. രാത്രി മുഴുവൻ ഞാൻ വൈദ്യൻ്റെ വീട്ടിൽ താമസിച്ചു. രാത്രി മുഴുവൻ അയാൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു: ദത്ത ദിഗംബര, ദത്ത ദിഗംബര, ശ്രീപാദവല്ലഭ, ദത്ത ദിഗംബര. ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഭഗവാന്റെ നാമം ഏറ്റവും ശ്രുതിമധുരമായി ആലപിക്കുന്നത് കേട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. എൻ്റെ ഗുരുവിൻ്റെ സഹശിഷ്യൻ എന്ന
ആത്മീയ ബന്ധുത്വം കൊണ്ട് എനിക്ക് അയാളോടുള്ള സ്നേഹം വർദ്ധിച്ചു. അടുത്ത നിമിഷം ഞാൻ ഉയർന്ന ബ്രാഹ്മണ ജാതിയിൽ ജനിച്ചവനും അയാൾ താഴ്ന്ന ജാതിക്കാരനായ ചെരുപ്പുകുത്തിയും ആയതിൽ എനിക്ക് വേദന തോന്നി.